തന്നെ പറയട്ടെ. കാരണം നാരി ശക്തിയാണ് നാഷൻ ബിൽഡിംഗ്, രാഷ്ട്രം ബിൽഡ് ചെയ്യാൻ ഏറ്റവും ആവശ്യം എന്നുള്ളതാണ്. നേഷൻ എന്നല്ല, എല്ലാത്തിനും. കുടുംബം എന്ന് പറയുന്ന അമ്മയിൽ നിന്ന് തുടങ്ങി, അമ്മ ഉണ്ടായിട്ട് അമ്മയിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു ഭാരത് മാത, ആ ഒരു സത്യത്തെ മുൻനിർത്തി കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയാണ് BJPയും RSSന്റെ സംഘടന നേതൃത്വമാണ്. ഞാൻ RSS എന്നുള്ള സംഘടനയെ ഇഷ്ടപ്പെടാൻ കാരണം ആക്ച്വലി ഞാനൊരു രാഷ്ട്രീയത്തിൽ വരേണ്ട ഒരാളെയല്ല, എനിക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല. പക്ഷെ കാലം കഴിഞ്ഞ് ഞാനും ഒരു തൊഴിലാളിയായി ചെറുപ്പം തൊട്ടേ ജോലി ചെയ്ത് വളർന്നു വന്നപ്പോൾ ഒരു സംഘടന ആവശ്യമുണ്ട് എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. ആ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഏത് തെരഞ്ഞെടുക്കണം എന്ന് എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ലോകം മുഴുവനും സഞ്ചരിച്ചും ഭാരതം മുഴുവനും കണ്ടപ്പോൾ ഭാരതം എന്ന സംസ്കാരമാണ് ലോകത്തിന്റെ ഏറ്റവും ഉന്നതങ്ങളിൽ നിൽക്കുന്നത് എന്നുള്ള ബോധ്യം മനസ്സ് നിറയെ ഉണ്ടായത് കൊണ്ടാണ് BJPയിൽ അന്ന് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും BJPയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയിൽ ഞാൻ ചേർന്ന് പ്രവർത്തിക്കുന്നത്. അതിൽ ജാതിയോ മതമോ കളറോ ഒന്നും തന്നെ കൊടുത്തിട്ടല്ല. കാരണം അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. കാരണം ഇപ്പോൾ അതേ പറയും ഞാനൊരു മുസ്ലിം വിരോധിയായി തന്നെ കണ്ട് എന്നെ ആക്രമിക്കുന്നത് എപ്പോഴും പേര് ജീവന് വരെ ത്രട്ട് ഉണ്ട്. പക്ഷെ ഞാൻ അതൊന്നും നോക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ രാഷ്ട്രം ഉണ്ടായിട്ട് മാത്രമേ നമുക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ NRC CA എന്ന് പറഞ്ഞ് വരുമ്പോൾ തന്നെ അത് രാഷ്ട്രത്തിന്റെ പൗരത്വം ഇല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു രാജ്യം, സുരക്ഷിതമായൊരു രാജ്യം, അത് നമുക്ക് ഇന്ന് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ധൈര്യം. കാരണം ഇന്ന് ലോകത്തെ എവിടെ ചെല്ലുമ്പോൾ ഇന്ത്യന്റെ പാസ്പോർട്ടുമായി ചെല്ലുമ്പോൾ നമുക്കൊരു വില ഉണ്ട്. ഒരുപാട് സഞ്ചരിച്ചപ്പോൾ പല സ്ഥലത്തു നിന്നും നമ്മളെ മാറ്റി നിർത്തുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പല രാജ്യങ്ങളിലും. ഇന്ന് ഭാരതം, ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ തലയെടുപ്പോടെ കൂടി നിൽക്കുന്ന അഖണ്ഡ ഭാരതമായിട്ട് തന്നെ സങ്കല്പിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. ആ അഖണ്ഡ ഭാരതത്തെ തിരിച്ചു പിടിക്കാൻ RSSന് മാത്രമേ സാധിക്കുള്ളൂ എന്റെ വിശ്വാസം. ഇനിയും പറയാനുള്ള RSSനോട് BJP മാത്രം വിചാരിച്ചാൽ പോരാ. കാരണം നിങ്ങളാണ് അതിന്റെ പിന്നിലെ അടിത്തറ. അപ്പൊ ഞാൻ സംഘടനന്റെ പദമാണ്. ആ അടിത്തറയിൽ നിന്ന് തന്നെ വേണം അതിനെ സൃഷ്ടിക്കാൻ. കാരണം ഇത് 2000 വർഷത്തോളം നമ്മളെ ഇല്ലാതാക്കിയൊരു സംസ്കാരത്തിനെ ഇല്ലാതാക്കിയെന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നേയുള്ളൂ. അത് ആ വിചാരം നമ്മൾ ഓരോ ഭാരതീയന്റെ മനസ്സിലും വന്നു. ഈ 10 വർഷം കൊണ്ട് മോദിജി വന്ന് 10 വർഷം കൊണ്ട് ഓരോരുത്തർക്കും തോട്ട് വന്നു. ഭാരതം ഇങ്ങനെയൊക്കെയായിരുന്നു, ഭാരതത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള തോന്നല് വന്നു. രാംലല്ല വന്നതോടുകൂടി അവിടെ അയോധ്യ അതൊരു ഭയങ്കര ശക്തിയായിരുന്നു. മനുഷ്യരുടെ മനസ്സിലൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റും. 500 വർഷമായിട്ട് തളർന്നിരുന്ന ഒരു സങ്കല്പം, നമ്മുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ഒരു സംഭവം അവിടെ നടന്നതോടുകൂടി അതിന് ഉറപ്പായി.